നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പെബിൾസ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണാനും പഠിക്കാനും. ഇനി നമുക്ക് സിഡി കാണാം, അല്ലേ? നോക്കൂ, ഞങ്ങൾ അക്ഷരങ്ങൾക്ക് നിറം കൊടുക്കുകയാണ്. സ്വരങ്ങൾ. ആ. ഇത് ആ. ഉദാഹരണത്തിന് അണ്ണാൻ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ആ. ഇത് ആ. ഉദാഹരണത്തിന് ആട് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഈ. ഇത് ഈ. ഉദാഹരണത്തിന് ഇഞ്ചി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഈ. ഇത് ഈ. ഉദാഹരണത്തിന് ഈച്ച എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഊ. ഇത് ഊ. ഉദാഹരണത്തിന് ഉരുളക്കിഴങ്ങ് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഊ. ഇത് ഊ. ഉദാഹരണത്തിന് ഊഞ്ഞാൽ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. റു. ഇത് റു. ഉദാഹരണത്തിന് ഋഷി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. എ. ഇത് എ. ഉദാഹരണത്തിന് എരുമ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഏ. ഇത് ഏ. ഉദാഹരണത്തിന് ഏണി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഐ. ഇത് ഐ. ഉദാഹരണത്തിന് ഐസ്ക്രീം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഓ. ഇത് ഓ. ഉദാഹരണത്തിന് ഒട്ടകം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഓ. ഇത് ഓ. ഉദാഹരണത്തിന് ഓന്ത് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഔ. ഇത് ഔ. ഉദാഹരണത്തിന് ഔഷധം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. അം. ഇത് അം. ഉദാഹരണത്തിന് അംബുജം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. അഹ്. ഇത് അഹ്. വ്യഞ്ജനങ്ങൾ. ക. ഇത് ക. കപ്പൽ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഖ. ഇത് ഖ. ഉദാഹരണത്തിന് മുഖം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഗ. ഇത് ഗ. ഉദാഹരണത്തിന് ഗരുഡൻ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഖ. ഇത് ഖ. ഉദാഹരണത്തിന് ഘടികാരം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ങ. ഇത് ങ. ഉദാഹരണത്തിന് തേങ്ങ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ച. ഇത് ച. ഉദാഹരണത്തിന് ചക്ക എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഛ. ഇത് ഛ. ഉദാഹരണത്തിന് ഛത്രം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ജ. ഇത് ജ. ഉദാഹരണത്തിന് ജനൽ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഛ. ഇത് ഛ. ഉദാഹരണത്തിന് ഛഷം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഞ. ഇത് ഞ. ഉദാഹരണത്തിന് ഞണ്ട് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ട. ഇത് ട. ഉദാഹരണത്തിന് കോടാലി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഠ. ഇത് ഠ. ഉദാഹരണത്തിന് പീഠം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഡ. ഇത് ഡ. ഉദാഹരണത്തിന് ഡപ്പി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഠ. ഇത് ഠ.
ഉദാഹരണത്തിന് ഠമാരം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ന. ഇത് ന. ഉദാഹരണത്തിന് മണി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ത. ഇത് ത. ഉദാഹരണത്തിന് തത്ത എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഥ. ഇത് ഥ. ഉദാഹരണത്തിന് രഥം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ദ. ഇത് ദ. ഉദാഹരണത്തിന് ദീപം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ധ. ഇത് ധ. ഉദാഹരണത്തിന് ധനുസ് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ന. ഇത് ന. ഉദാഹരണത്തിന് നരി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. പ. ഇത് പ. ഉദാഹരണത്തിന് പശു എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഭ. ഇത് ഭ. ഉദാഹരണത്തിന് ഫലം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ബ. ഇത് ബ. ഉദാഹരണത്തിന് ബലൂൺ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഭ. ഇത് ഭ. ഉദാഹരണത്തിന് ഭരണി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. മ. ഇത് മ. ഉദാഹരണത്തിന് മയിൽ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. യ. ഇത് യ. ഉദാഹരണത്തിന് യന്ത്രം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ര. ഇത് ര. ഉദാഹരണത്തിന് രാജാവ് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ല. ഇത് ല. ഉദാഹരണത്തിന് മാല എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. വ. ഇത് വ. ഉദാഹരണത്തിന് വീട് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ശ. ഇത് ശ. ഉദാഹരണത്തിന് ശംഖ് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഷ. ഇത് ഷ. ഉദാഹരണത്തിന് ഷർട്ട് എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. സ. ഇത് സ. ഉദാഹരണത്തിന് സിംഹം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഹ. ഇത് ഹ. ഉദാഹരണത്തിന് ഹനുമാൻ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ള. ഇത് ള. ഉദാഹരണത്തിന് തവള എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഴ. ഇത് ഴ. ഉദാഹരണത്തിന് കഴുത എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. റ. ഇത് റ. ഉദാഹരണത്തിന് റയിൽ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ക്ഷ. ഇത് ക്ഷ. ഉദാഹരണത്തിന് പക്ഷി എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഇൺ. ഇത് ഇൺ. ഉദാഹരണത്തിന് മൺകലം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഇൻ. ഇത് ഇൻ. ഉദാഹരണത്തിന് മാൻ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഇർ. ഇത് ഇർ. ഉദാഹരണത്തിന് പയർ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഇൽ. ഇത് ഇൽ. ഉദാഹരണത്തിന് മുയൽ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഇൾ. ഇത് ഇൾ. ഉദാഹരണത്തിന് വാൾ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. സ്വരങ്ങൾ. ആ. ആ. ഈ. ഈ.
ഊ ഊ റു എ ഏ ഐ ഓ ഓ ഔ അം അഹ് വ്യഞ്ജനങ്ങൾ ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ന ത ഥ ദ ഥ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ ഇൻ ഇൻ ഇർ ഇൽ ഇൾ
നിനക്ക് എത്ര മുത്തുകളുണ്ട്? 1 2 3 4 5 6 മുത്തുകളുണ്ട്. നിന്റെ അടുത്തോ? 1 2 3 4 5 6 7 8 9 10 11 മുത്തുകൾ. എനിക്ക് എണ്ണാൻ ഇഷ്ടമാണ്. അക്കങ്ങളെ ഇഷ്ടമാണ്. നമ്പേഴ്സ് അക്കങ്ങൾ. ഇതാണ് 1. ഇതാ ഒരു പന്ത്. ഇതാണ് 2. 2 കളിപ്പാട്ടങ്ങൾ. ഇതാണ് 3. നിങ്ങൾക്കിവിടെ 3 വടികൾ കാണാം. ഇതാണ് 4. നിങ്ങളിവിടെ 4 നായക്കുട്ടികളെ കണ്ടില്ലേ? ഇത് 5. 5 പൂച്ചക്കുട്ടികൾ. ഇതാണ് 6. ഇതിൽ 6 പേനകൾ ഉണ്ട്. ഇതാണ് 7. ഇവിടെ 7 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് 8. ഇവിടെ 8 പെട്ടികൾ ഉണ്ട്. ഇതാണ് 9. ഇവിടെ 9 പന്തുകളാണുള്ളത്. ഇതാണ് 10. ഇവിടെ 10 പന്തുകളുണ്ടെന്ന് കാണാം. അക്കങ്ങൾ. ഇത് 1. ഇത് 2. ഇത് 3. ഇത് 4. ഇത് 5. ഇത് 6. ഇത് 7. ഇത് 8. ഇത് 9. ഇത് 10. എനിക്കൊരു ചതുരം വേണം. നീല നിറം മതിയോ? അതെ, എനിക്ക് നീല നിറം ഇഷ്ടമാണ്. താങ്ക് യു. ഈ രൂപങ്ങൾക്ക് എന്ത് ഭംഗിയാ. എനിക്ക് നിറങ്ങൾ ഇഷ്ടമാണ്. എനിക്കും വൃത്തം തരൂ. ഷേപ്സ് ആകൃതികൾ. ഇതൊരു വൃത്തമാണ്. വള വൃത്താകൃതിയിലുള്ളതാണ്. ഇത് ഒരു ചതുരമാണ്. കാരം ബോർഡിന്റെ ആകൃതി ചതുരമാണ്. ഇതൊരു ക്യൂബാണ്. ഈ പെട്ടി ക്യൂബ് ആകൃതിയിലുള്ളതാണ്. ഇതാണ് ഹൃദയത്തിന്റെ ആകൃതി. ഇതൊരു ത്രികോണമാണ്. സമോസയുടെ ആകൃതി ത്രികോണമാണ്. ഇതാണ് കോൺ അഥവാ കൂമ്പ്. ഈ ഐസ്ക്രീം കോൺ ആകൃതിയിലുള്ളതാണ്. ഇതൊരു ഷഡ്കോണമാണ്. ഇതിന് 6 വശങ്ങളുണ്ട്. ഇതൊരു ക്രോസ് ആണ്. ഇതൊരു ക്ലബാണ്. ഇതാണ് ഡയമണ്ട് ആകൃതി. ഇതൊരു അഷ്ടകോണമാണ്. 8 വശങ്ങളുണ്ട്. ഇതൊരു അർദ്ധവൃത്തമാണ്. ഇതാണ് ഓവൽ ആകൃതി, അണ്ഡാകൃതി. ഇതൊരു ദീർഘചതുരമാണ്. ഈ പോസ്റ്റ് കാർഡിന്റെ ആകൃതി ദീർഘചതുരമാണ്. ഇതൊരു നക്ഷത്രമാണ്. ഇതൊരു സിലിണ്ടറാണ്. ഇതൊരു ചന്ദ്രക്കലയാണ്. ഈ ചന്ദ്രൻ അർദ്ധചന്ദ്രക്കലയുടെ ആകൃതിയിലാണുള്ളത്. ഇതിന് 5 കോണങ്ങളുണ്ട്. ഇതിന് പെന്റഗൺ എന്ന് പറയും. ഇതൊരു സ്പേഡാണ്. ഇതൊരു പ്രിസമാണ്. ഞാൻ ഒരു പശു. ഞാനൊരു കുരങ്ങനാണ്. ഞാൻ മരത്തിലാണ് താമസം. ഹായ് ഗായ്സ്, ഞാനൊരു പന്നിക്കുട്ടിയാണ്. കണ്ടില്ലേ, അവർ ആനിമൽ പപ്പറ്റ്സ് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. നോക്കൂ. മൃഗങ്ങൾ. വളർത്തുമൃഗങ്ങൾ, ഡൊമസ്റ്റിക് ആനിമൽസ്. ഇവയെല്ലാം മനുഷ്യരുമായി ഇണങ്ങുന്ന മൃഗങ്ങളാണ്.
പശു. ഇതൊരു പശുവാണ്. ഇത് കരയും, അമറും. പശു നമുക്ക് പാൽ തരും. അതാണ് നമ്മൾ ദിവസവും കുടിക്കുന്നത്. നായ. ഇതൊരു നായയാണ്. നായ കുരയ്ക്കും. ഇത് നമ്മുടെ ഒരു നല്ല കൂട്ടുകാരനാണ്. നായ നമ്മുടെ വീടിന് കാവൽ നിൽക്കും. പൂച്ച. ഇതൊരു പൂച്ചയാണ്. പൂച്ച മ്യാവെന്ന് കരയും. ഇതൊരു നല്ല വളർത്തുമൃഗമാണ്. പൂച്ച വീട്ടിലുള്ള എലികളെയും ചുണ്ടലുകളെയും ഒക്കെ പിടിച്ചു തിന്നും. എരുമ. ഇത് ഒരെരുമയാണ്. ഇതിന്റെ തോൽ ഷൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. എരുമ പാല് തരും. ചെമ്മരിയാട്. ഇത് ഒരു ചെമ്മരിയാടാണ്. ഇത് നമുക്ക് കമ്പിളി രോമം തരുന്നു. അതുപോലെ തന്നെ പാലും ഇറച്ചിയും തരുന്നു. ആട്. ഇത് ഒരാടാണ്. ആട് നമുക്ക് പാലും ഇറച്ചിയും തരുന്നു. ഇതൊരു കാളയാണ്. വയൽ ഉഴുതുമറിക്കുവാനും വണ്ടി വലിക്കുവാനും കാള സഹായിക്കുന്നു. ഒട്ടകം. ഇതൊരു ഒട്ടകമാണ്. ഒട്ടകം ആൾക്കാരെയും അതുപോലെ തന്നെ ചരക്കുകളും ചുമന്നുകൊണ്ട് മരുഭൂമിയിലൂടെ പോകും. മാത്രമല്ല വണ്ടിയും വലിക്കും. പന്നി. ഇതൊരു പന്നിയാണ്. ഇത് നമുക്ക് ഇറച്ചി തരുന്നു. കുതിര. ഇതൊരു കുതിരയാണ്. കുതിര വളരെ വേഗത്തിൽ ഓടും. പണ്ട് ഇതിനെ ഗതാഗതത്തിന് വേണ്ടിയും ഉപയോഗിച്ചിരുന്നു. വൈൽഡ് ആനിമൽസ്. വന്യമൃഗങ്ങൾ. വവ്വാൽ. ഇതൊരു വവ്വാലാണ്. പറക്കാൻ കഴിയുന്ന ഒരേ സസ്തനജീവി വവ്വാൽ മാത്രമാണ്. രാത്രി സമയത്താണ് ഇവയെ കാണാൻ കഴിയുക. മുയൽ. ഇതൊരു മുയലാണ്. പുല്ല്, വിത്തുകൾ, വേരുകൾ, ചുള്ളിക്കമ്പുകൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. ഇത് വളരെ വേഗത്തിൽ ഓടും. ആന. ഇത് ആനയാണ്. ഇതാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. ഇത് പച്ചപ്പുല്ല് തിന്ന് ജീവിക്കുന്നു. ഇതിന് തുമ്പിക്കൈയും ഒരു ജോഡി കൊമ്പുകളുമുണ്ട്. പുലി. ഇതൊരു പുലിയാണ്. ഇതൊരു വലിയ തരം പൂച്ചയാണ്. വളരെ അപകടകാരിയായ മൃഗവും കൂടിയാണിത്. ഇതിന്റെ ശരീരത്തിൽ കറുപ്പ് നിറത്തിലുള്ള വരകളുണ്ട്. സിംഹം. ഇതൊരു സിംഹമാണ്. സിംഹം കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നു. ഇത് മറ്റു മൃഗങ്ങളെ പിടിച്ചു തിന്ന് ജീവിക്കുന്നു. നീർക്കുതിര അഥവാ ഹിപ്പോപ്പൊട്ടാമസ്. ഇത് ഒരു നീർക്കുതിരയാണ്. ഗ്രീക്ക് ഭാഷയിൽ ഹിപ്പോപ്പൊട്ടാമസ് എന്നാൽ വെള്ളത്തിലെ കുതിര എന്നാണ് അർത്ഥം. നീർക്കുതിര നദിയിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. വൈകിട്ടും രാത്രിയിലും പുല്ല് തിന്നുവാനായി കരയിലേക്ക് വരും. നീർക്കുതിരയ്ക്ക് നല്ല നീളമുള്ള പല്ലുകളുണ്ട്. ഈ പല്ലിനെ ദംഷ്ട്രം എന്ന് പറയും. കാണ്ടാമൃഗം അഥവാ റൈനോസറസ്. ഇതൊരു കാണ്ടാമൃഗമാണ്. ഇത് ഒരു സസ്യഭുക്കാണ്. ഇതിന്റെ മൂക്കത്ത് നല്ല ബലമുള്ള കൊമ്പുണ്ട്. ചില കാണ്ടാമൃഗങ്ങൾക്ക് ഒറ്റക്കൊമ്പേ ഉള്ളൂ. വേറൊരു വക കാണ്ടാമൃഗത്തിന് ഇരട്ടക്കൊമ്പുണ്ട്. കാട്ടുപോത്ത്. ഇതാണ് ഗോർ എന്നറിയപ്പെടുന്ന കാട്ടുപോത്ത്. കാട്ടെരുമകളിൽ ഏറ്റവും വലിയ ജാതിയാണ് ഗോർ. ഇന്ത്യയിലെ കാടുകളിലാണ് ഗോർ കാണപ്പെടുന്നത്. സ്വയം പ്രതിരോധത്തിനായി നല്ല മൂർച്ചയുള്ള കൊമ്പുകളുമുണ്ട്. കുറുക്കൻ. ഇതൊരു കുറുക്കനാണ്. ഇത് ചെറിയ ജീവികളെ വേട്ടയാടി പിടിച്ചു തിന്നും. കുറുക്കൻ വലിയ കൗശലക്കാരനാണ്. ചെന്നായ. ഇത് ഒരു ചെന്നായയാണ്. കണ്ടാൽ വലിയൊരു നായയെപ്പോലെ ഇരിക്കും. ഇത് കൂട്ടം കൂട്ടമായാണ് വേട്ടയാടുന്നത്. ചെന്നായ ഓരിയിടും. കഴുതപ്പുലി. ഇതൊരു കഴുതപ്പുലിയാണ്. ഇതിനെ കണ്ടാൽ വലിയൊരു നായയാണെന്നേ തോന്നൂ. കാട്ടിൽ ചത്തുകിടക്കുന്ന മൃഗങ്ങളാണ് കഴുതപ്പുലിയുടെ ആഹാരം. കീരി. ഇതൊരു കീരിയാണ്. ഇത് എലികളെയും പാമ്പുകളെയും പ്രാണികളെയും ഒക്കെ പിടിച്ചു തിന്നും. പാമ്പും കീരിയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അല്ലേ? പാമ്പുമായുള്ള കടിപിടിയിൽ മിക്കപ്പോഴും കീരി തന്നെയാണ് ജയിക്കുന്നത്.
പുള്ളിപ്പുലി. ഇതൊരു പുള്ളിപ്പുലിയാണ്. ഇതിന്റെ ശരീരത്തിൽ ഇരുണ്ട പുള്ളികളുണ്ട്. ഇതൊരു ആക്രമകാരിയായ മൃഗമാണ്. നല്ല ശക്തിയുള്ളതിനാൽ അതിനേക്കാൾ ഭാരം കൂടിയ ഇരയെ നിഷ്പ്രയാസം വലിച്ചിഴച്ചു കൊണ്ടുപോകാനും മരത്തിൽ കയറാനും ഇതിന് കഴിയും. ചെമ്പുലി. ഇതൊരു ചെമ്പുലി അഥവാ ചീത്ത ആണ്. ഇതിന്റെ ശരീരത്തിൽ ഇരുണ്ട പുള്ളികളുണ്ട്. ചീത്ത എന്ന് വിളിക്കുന്ന ചെമ്പുലിയാണ് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരൻ. ഇരയെ പിടിക്കാനായി ഇത് അതിവേഗത്തിൽ ഓടും. കാട്ടുപന്നി. ഇതൊരു കാട്ടുപന്നിയാണ്. വായയുടെ ഇരുവശത്തും നീണ്ട ദംഷ്ട്രകളുണ്ട്. ഇത് ഒരു ജാതി പന്നിയാണ്. ചിമ്പാൻസി. ഇത് ഒരു ചിമ്പാൻസി ആണ്. കണ്ടാൽ നമ്മളെപ്പോലെ തന്നെ ഉണ്ടല്ലേ? ചിമ്പാൻസി വളരെ ബുദ്ധിശാലിയാണ്. ഇത് നമ്മളെപ്പോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കും. ഗൊറില്ല. ഇതൊരു ഗൊറില്ലയാണ്. മനുഷ്യക്കുരങ്ങുകളിൽ ഏറ്റവും വലിയ ജാതിയാണ് ഗൊറില്ല. വളരെ ബുദ്ധിശാലിയായ ഗൊറില്ല ഒരു സസ്യഭുക്കാണ്. കുരങ്ങൻ. ഇതൊരു കുരങ്ങനാണ്. കുരങ്ങന്മാർ മഹാവികൃതികളാണ്. സദാസമയം കളിച്ചുകൊണ്ടേയിരിക്കും. ഇലകളും പൂക്കളും വിത്തുകളും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്നും. ചില കുരങ്ങന്മാർക്ക് മുട്ടയും പ്രാണികളും ചിലന്തികളും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഒറാങ്ങുട്ടാൻ. ഇത് ഒരൊറാങ്ങുട്ടാനാണ്. ഇത് ഗൊറില്ലയെയും ചിമ്പാൻസിയെയും പോലെ തന്നെ ഒരു വലിയ മനുഷ്യക്കുരങ്ങനാണ്. ചെടികളുടെ ഇലകളും കായകളുമൊക്കെയാണ് ഇതിന്റെ ഭക്ഷണം. കങ്കാരു. ഇതൊരു കങ്കാരുവാണ്. ഇത് ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കാരു ആണ്. കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുവാനായി ഇതിന്റെ വയറ്റിൽ ഒരു സഞ്ചിയുണ്ട്. ക്വാല. ഇതൊരു ക്വാലയാണ്. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന കരടിയെ പോലെ ഇരിക്കുന്ന ജീവിയാണ് ക്വാല. ഇത് യൂക്കാലിപ്റ്റസ് ഇലകൾ മാത്രമേ കഴിക്കൂ. പ്ലാറ്റിപ്പസ്. ഇതൊരു പ്ലാറ്റിപ്പസ് ആണ്. മുട്ടയിടുന്ന ഈ ജീവി ഒരു സസ്തന ജീവിയാണ്. ഇതിന് താറാവിന്റേതുപോലെയുള്ള കൊക്കുകളുമുണ്ട്. കുട്ടികളെ പാലൂട്ടുന്ന ജീവിയാണിത്. ജിറാഫ്. ഇതൊരു ജിറാഫാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം. ജിറാഫുകൾ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. അനിമൽസ് ഇൻ വാട്ടർ. ജലജീവികൾ. നീലത്തിമിംഗലം. ഇത് ഒരു നീലത്തിമിംഗലമാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സസ്തന ജീവി. ഇത് ചെറിയ കടൽ ജീവികളെ പിടിച്ചു തിന്നും. ഡോൾഫിൻ. ഇതൊരു ഡോൾഫിനാണ്. ഇത് വളരെ ഇണക്കവും ബുദ്ധിശക്തിയുമുള്ള ജീവിയാണ്. ഇത് ചെറിയ മീനുകളെയും കടലിനടിയിലെ ചെടികളെയും ഭക്ഷിക്കും. ചിലതരം ഡോൾഫിനുകൾ നദിയിലാണ് ജീവിക്കുന്നത്. ഓർക്കയുടെ മറ്റൊരു പേരാണ് കില്ലർ വെയിൽ. ഇതൊരു കില്ലർ വെയിലാണ്. ഇത് വലിയ മീനുകളെയും നീർനായകളെയും പെൻഗ്വിനുകളെയും പിടിച്ചു തിന്നും. ഇത് പ്രസവിക്കുന്ന തരം സസ്തന ജീവിയാണ്. ഇത് കൊച്ചു തിമിംഗല കുട്ടികളെ പ്രസവിക്കും. വാൽറസ്. ഈ ജീവിയുടെ പേര് വാൽറസ് എന്നാണ്. ഇതൊരു ശാന്ത സ്വഭാവമുള്ള ജീവിയാണ്. അതിന് നല്ല മൂർച്ചയുള്ള ദന്തങ്ങളുമുണ്ട്. ഇത് ആർക്ടിക് പ്രദേശത്താണ് ജീവിക്കുന്നത്. കടൽ സിംഹം. ഇത് കടൽ സിംഹമാണ്. ഇത് ശരിക്കും ഒരു സീൽ തന്നെയാണ്. ഇതിന് സിംഹത്തിനുള്ളതുപോലെ കഴുത്തിനു പുറകിൽ ജടയുണ്ട്. കടൽ ആന. ഇത് ഒരു കടൽ ആനയാണ്. ഇത് അന്റാർട്ടിക്ക പ്രദേശത്താണ് ജീവിക്കുന്നത്. ഇത് വളരെ വലിയ ജീവിയാണ്. ലെപ്പേർഡ് സീൽ. ഇതൊരു ലെപ്പേർഡ് സീലാണ്. അതിക്രൂരമായ ഈ ജന്തു പെൻഗ്വിനുകളെ പിടിച്ചു തിന്നുന്നത് പതിവാണ്. ഓട്ടർ. ഇതാണ് ഓട്ടർ എന്ന് വിളിക്കുന്ന നീർനായ. ഇത് നദികളിലാണ് ജീവിക്കുന്നത്. ഇതിന്റെ പ്രധാന ഭക്ഷണം മീനുകളാണ്. ഡുഗോങ്. ഇതൊരു ഡുഗോങ് ആണ്. ഇത് ഉഷ്ണജലമുള്ള കടലിലാണ് ജീവിക്കുന്നത്. ഒരു ഉപദ്രവവും ചെയ്യാത്ത പാവം ഡുഗോങ്. കടലിനടിയിലെ പായലുകളാണ് ഇതിന്റെ ഭക്ഷണം. വെള്ളത്തിനടിയിൽ ഇതിനെ കണ്ടാൽ മനുഷ്യനാണെന്നേ തോന്നൂ. നിർഭാഗ്യവശാൽ ഡുഗോങ് എന്ന ജീവജാലം മുഴുവനായും നശിച്ചു പോകാവുന്ന നിലയിലാണുള്ളത്. മാനറ്റി. ഇത് ഒരു മാനറ്റിയാണ്.
കടൽക്കരയിൽ ആഴം കുറവായ സ്ഥലങ്ങളിലാണ് ഇവയെ കാണാറുള്ളത്. നദികളിലും ജീവിക്കുന്ന മാനറ്റിയുടെ പ്രധാന ഭക്ഷണം ചെടികളും ഇലകളും കടലിനടിയിലെ പായലുകളുമാണ്. ഇതൊരു സാധുജീവിയാണ്. ഈ ജീവിയും മുഴുവനായും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആനിമൽസ് ആൻഡ് ആനിമൽ ബേബീസ്. മൃഗങ്ങളും മൃഗങ്ങളുടെ കുട്ടികളും. പശുവിന്റെ കുട്ടി പശുക്കുട്ടി. സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടി. കുതിരയുടെ കുട്ടി കുതിരക്കുട്ടി. കോഴിയുടെ കുഞ്ഞ് കോഴിക്കുഞ്ഞ്. മുയലിന്റെ കുട്ടി മുയലിൻകുട്ടി. പന്നിയുടെ കുട്ടി പന്നിക്കുട്ടി. താറാവിന്റെ കുട്ടി താറാവിൻകുട്ടി. ചെമ്മരിയാടിന്റെ കുട്ടി ചെമ്മരിയാട്ടിൻകുട്ടി. ആടിന്റെ കുട്ടി ആട്ടിൻകുട്ടി. കുറുക്കന്റെ കുട്ടി കുറുക്കൻകുട്ടി. പൂച്ചയുടെ കുട്ടി പൂച്ചക്കുട്ടി അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞ്. നായയുടെ കുട്ടി നായക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി. കഴുതയുടെ കുട്ടി കഴുതക്കുട്ടി. മാനിന്റെ കുട്ടി മാൻകുട്ടി. കങ്കാരുവിന്റെ കുട്ടി കങ്കാരുകുട്ടി.